ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ അറിഞ്ഞു. പല ആളുകളും പല തരത്തിലുള്ള ഇമോഷനിലായിരിക്കും ഉണ്ടാവുക. കുറേ ആളുകൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടി എന്ന സന്തോഷം ഉണ്ടാവും, ചില ആളുകൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ സങ്കടം ഉണ്ടാവും, ചില ഒരു A+ ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ, 2 A+ നഷ്ടപ്പെട്ട ആളുകൾ, 4 A+കളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ പല തരത്തിൽ ഇമോഷനുകളുള്ള ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയും 2 രീതിയിൽ നിങ്ങളുടെ മാർക്ക് കൂട്ടാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല ആൾക്കും അറിയാത്തൊരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രൂട്ടണിയാണ്. സ്ക്രൂട്ടണി ചെയ്യുന്ന സമയത്ത് പൊതുവെ മാർക്ക് കൂട്ടാനുള്ള സാധ്യത കുറവാണ്. അതായത് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ടീച്ചർ നിങ്ങളുടെ ആൻസർ ഷീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞു, അത് നിങ്ങൾക്ക് എല്ലാം മാർക്ക് കൂട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഹ്യൂമൻ കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ടീച്ചേഴ്സൊക്കെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഷീറ്റ് തരുമ്പോൾ ടീച്ചർ കൂട്ടിയത് തെറ്റുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ടീച്ചറെ അടുത്ത് പോയി പറഞ്ഞിട്ട് നമ്മളെ മാർക്ക് കൂട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടി കൗണ്ട് ചെയ്യുക, റീകൗണ്ട് ആണ്. നിങ്ങളുടെ മാർക്ക് റീകൗണ്ട് ചെയ്തിട്ട് അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് കൂടി തരികയും ചെയ്യും, അതിൻ്റെ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇത് പൊതുവേ നമുക്ക് മാർക്ക് അത്ര കൂടാറില്ല, പക്ഷേ ചില കുട്ടികൾക്ക് റെയർ കേസുകളൊക്കെ മാർക്ക് കൂടാറുണ്ട്. എന്നാൽ കൂടുതലും നിങ്ങളിപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ച A+ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ B+ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനൊരു A ഗ്രേഡെങ്കിലും കിട്ടേണ്ടതായിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സബ്ജക്റ്റ് വരെയാണ് നമുക്ക് റീവാലുവേഷന് കൊടുക്കാൻ സാധിക്കുക. അതിന് പേയ്മെൻറ്റും ഉണ്ട്, 500 സംതിങ് ആ റേഞ്ചിലെങ്ങാനും അതിന് രൂപയും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ 500 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരാൻ 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ അതിൻ്റെ റിസൾട്ട് വരും. അതായത് +1 അഡ്മിഷന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ എഴുതിയ B ഗ്രേഡ് B+ ആയാൽ, അതായത് ഒരു ഗ്രേഡ് മേലോട്ട് മാറിയാൽ നിങ്ങൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കുറഞ്ഞ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. അത് സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മാറിയിട്ടില്ലെങ്കിൽ ആ ഫണ്ട് തിരിച്ച് കിട്ടുകയില്ല എന്നത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ്. 10ാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ റിവാലുവേഷൻ കൊടുത്തു, 2 സബ്ജക്റ്റ് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഒരു സബ്ജക്റ്റിന് എന്തായിട്ടുണ്ട്, എനിക്ക് റിവാലുവേഷൻ കൂടി, അതായത് മാർക്ക് കൂടി വന്നിട്ടുണ്ട്, അതിൻ്റെ റീഫണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ ഞാനിതിന് പ്രൊമോട്ട് ചെയ്യല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ കൂടി സ്വീകരിക്കാം. സോ ഈ ഒരു വിവരം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ഇനി സൈലം ക്ലാസ് +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തുടർന്നുള്ള അപ്ഡേഷൻ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.